ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു മനസ്സിനക്കരെ എന്നുള്ള ഈ ഒരു പരിപാടി, സ്പെഷ്യൽ പ്രോഗ്രാം വളരെ വിജയകരമായി എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്നും ഈ എല്ലാവരുടെ മുഖഭാവത്തു നിന്ന് മനസ്സിലായത്. കാരണം ആരുടെ മൈൻഡും ഇവിടെയല്ല. എല്ലാവരും ഈ ഒരു ചിന്തകളിൽ പെട്ടു ഉഴറിയിരിക്കുകയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഷാജി സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഡോക്ടറുടെ ഹെൽപ്പ് എല്ലാവർക്കും വേണ്ടി വരുന്നു. അങ്ങനെയൊന്നും ഇല്ല അല്ലേ? പക്ഷെ ഒരു കാര്യം ഏതാ അത്രയ്ക്ക് എത്തിയില്ല. അപ്പോഴേക്കും നമ്മളതൊക്കെ അത് ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുൻപ് നമ്മുടെ സെബാസ്റ്റ്യൻ മാഷ് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് പറഞ്ഞിരുന്നു, ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് അവലോകനം പ്ലസ് നന്ദി. ഇപ്പം ഈ പറഞ്ഞ ഇന്നത്തെ ഈ മനസ്സിനക്കരെ എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടി എങ്ങനെയാണ് എഴുത്തുകാരൻ്റെ ഈ കഥാപാത്രങ്ങളുടെ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരു വിശകലനം ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. 3 പേരും അവതരിപ്പിച്ച പേപ്പർ എന്ന് പറയുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. കൈയടിക്കൂ. അതിലേക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എടുത്തിട്ടുള്ള വിഷയങ്ങൾ, നമ്മുടെ ഉഷ ടീച്ചർ എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബാലസാഹിത്യമാണ് അല്ലേ? അപ്പൊ ഈ ബാലസാഹിത്യം എന്ന് പറയുന്നത് കുട്ടികളുടെ മനോവ്യാപാരങ്ങളും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിലൂടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ, അതായത് നാടോടി കഥകളാവാം, കവിതകളാവാം, എങ്ങനെയെങ്കിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഈ ഒരു സാഹിത്യ ശാഖയ്ക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവരിൽ ഒരു സ്വഭാവ മാറ്റം രൂപീകരണത്തിന് സഹായിക്കുന്നത് എന്നാണ് നമ്മുടെ ഉഷ ടീച്ചർ പറഞ്ഞു വെച്ചത്. നെക്സ്റ്റ് നമ്മുടെ അപ്പോൾ ആ ഒരു 18 വയസ്സ് വരെയും ഒരാൾ എന്തുതന്നെയാണ് കുട്ടി ആണ്. ആ കുട്ടിയുടെ അത്രയും ഏജ് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ കഥകളിൽ ഇപ്പം ചെറിയ കുട്ടികളോട് പറയുന്ന രീതിക്കല്ല ഒരു കൗമാരക്കാരനോട് സംസാരിക്കുന്നത് അല്ലേ? കൗമാരക്കാരനോട് സംസാരിക്കുന്ന രീതിക്കല്ല നമ്മൾ ഈ ഒരു 18 കഴിഞ്ഞ മുതിർന്ന ഒരു കുട്ടി, അപ്പോഴും നമ്മൾ കുട്ടി തന്നെയാണ് പറയാം അല്ലേ? അവരെ മുതിർന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ പറയും നിങ്ങൾ മുതിർന്ന ആളെ പോലെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അവർ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പറയും നീ എന്തിനാണ് കുട്ടികളുടെ പോലെ പെരുമാറുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു ക്ലാഷ് അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി ചില തിയറികൾ വെച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നെക്സ്റ്റ് അതായത് അവർ അവതരിപ്പിച്ച ഓർഡറിലല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കുഞ്ഞമ്മ ടീച്ചർ പറഞ്ഞ ഒരു രീതിയാണ്. ബാലസാഹിത്യം ഇത് ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. കൂടുതലും പറയാനായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇവിടെ പറ്റിയില്ലെങ്കിലും അല്ലേ, അങ്ങനെയല്ലേ ടീച്ചറെ? എങ്കിലും കൂടി അവർക്ക് അനുവദിച്ച സമയത്തിൽ നിന്നുകൊണ്ട് വളരെ വ്യാപ്തിയുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തന്നത്. അതായത് ഒരു സ്ത്രീക്ക് 2 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടമാണ് അഗ്നിസാക്ഷിയിലൂടെ നമ്മളോട് പറഞ്ഞത്. വിവാഹത്തിന് മുൻപ് എങ്ങനെയാണോ അവരുടെ മനോചിന്തകൾ, അവർ വിചാരിച്ചിരുന്ന അവരുടെ സ്വതന്ത്രമായ ചിന്തകൾ, ഒരു സ്ത്രീക്ക് ഏറ്റവും സ്വതന്ത്രമായി ചിന്തിക്കാവുന്നതും ഇരിക്കാവുന്നതും കിടക്കാവുന്നതും ചിരിക്കാവുന്നതുമായത് അവരുടെ സ്വന്തം വീടാണ്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ മാരേജ്, അതിനുശേഷം അവർക്ക് എങ്ങോട്ട് പോകണമെന്നും നേരത്തെ പറഞ്ഞ ഒരു പൊതി, ആ പൊതിക്ക് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇന്ന ആൾക്കാരോട് മുഴുവൻ അനുവാദം ചോദിക്കേണ്ട ഒരു ഘട്ടത്തെ ആണ് അഗ്നിസാക്ഷി എന്ന ഒരു നോവലിൻ്റെ രീതിക്ക് ഒരു നമ്പൂരി സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണോ ഒരു ലേഡി കടന്നു വന്നത്, അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ച ചുറ്റുപാടുകൾ എങ്ങനെയാണ്, അത് മതത്തിൻ്റെ ആവാം, സമൂഹത്തിൻ്റെ ആവാം, നമ്മുടെ വീടുകളിൽ നിന്ന് ഉയർന്നു വന്ന ചിന്തകളിലെ ആവാം. അല്ലെ, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ
കോപമുണ്ടാകാം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശൈലി കൂടെയാണ് കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. പറഞ്ഞു ഒരു ഭയം ഫീൽ ചെയ്തിരുന്നു. കറക്റ്റാണ്. കാരണം നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ ഈ പ്രേതത്തിനെ നമ്മൾ കാണാത്തൊരു പ്രേതത്തെ നമ്മൾ ഇപ്പോഴും പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു വെച്ച രീതി നമ്മളുടെ മനസ്സിനെ ഉൾക്കൊള്ളുന്ന കാര്യം കൊണ്ട് മാത്രമാണ് അല്ലേ. നമുക്ക് അങ്ങനെ ഒരു സംഭവത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥത, സംഘർഷം വളരെ വലുതാണ്. പിന്നീട് മഞ്ഞിലെ വിമലയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീ, അവർക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് വിവാഹത്തിന് മുൻപ്, വിവാഹിത, അത് കഴിഞ്ഞിട്ടുള്ള 3 കാലഘട്ടങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് പിന്നീട് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു കാലം കഴിഞ്ഞ് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ആൺകുട്ടികളുള്ള അമ്മമാര്, പെൺകുട്ടികളുള്ള അമ്മമാര് കുറച്ചും കൂടി, പെൺകുട്ടികൾ ഒരു പരിധി, ഒരു അഡോൾസൻ ടൈമില് അമ്മമാരെ ഏറ്റവും അധികം കണ്ടുകൂടാത്തത് പെൺകുട്ടികൾക്കാണ് അല്ലെ. അത് കഴിഞ്ഞാൽ, ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരോട് പെൺകുട്ടികൾ കൂടുതലായിട്ട് അടുക്കുന്നതായിട്ട് കാണാം. അതിനുശേഷമാണ് അവരുടെ മനസ്സിലുള്ള ഒരു വാർദ്ധക്യം പോലെ ഒരു അകൽച്ച, ഒറ്റപ്പെടൽ. അതിന് പല കാരണങ്ങളുണ്ട്. ശാരീരികമായിട്ടുള്ള മറ്റു അസ്വസ്ഥതകളുണ്ട്, മെനോപോസ് പോലെയുള്ള മറ്റുള്ള എല്ലാ അവസ്ഥകളും കൂടി ഒരു സ്ത്രീ കടന്നു പോകുന്ന അവസ്ഥയെ കൃത്യമായിട്ട് നിർവചിച്ചുകൊണ്ട് തന്നെയാണ് ആ രണ്ടും. എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. ഈ 2 നോവലുകൾ സംസാരിക്കാൻ എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയടിക്കാം. അത് അവര് രൂപപ്പെടുത്തി, അതായത് അതുകൊണ്ട് എന്ന് വെച്ചാൽ ടീച്ചർ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ടീച്ചർ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് വരുന്നു. ഇരട്ടിക്കാണ് പോലീസ് സ്റ്റേഷൻ, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഫാമിലി കേസുകൾ വരിക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കുട്ടി, കൗമാരം, യൗവനം, അതിൽ ആൺകുട്ടിയും വരും പെൺകുട്ടിയും വരും. ഒറ്റപ്പെടുന്ന വാർദ്ധക്യം, അതിൽ പുരുഷന്മാരുടെ, സാർ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ വേദനകൾ പുറത്തേക്ക് കാണുന്നില്ല. ഞങ്ങളുടെ പുതിയ ACP സാർ പറഞ്ഞത് എല്ലാവർക്കും മാറി നിൽക്കാനുള്ള ഇടങ്ങളുണ്ട്, പക്ഷെ നമ്മൾ വൃദ്ധസദനം കൂടുതൽ ഉണ്ടാക്കുന്നതിൽ താല്പര്യമില്ല അല്ലേ. പക്ഷെ പകൽ വീടുകൾ കുറേ ഉണ്ട്. അവരുടെ ആ ഒരു പകൽ സമയത്തേക്കെങ്കിലും അവരുടെ ഒറ്റപ്പെടലിനെ ഇല്ലാതാക്കുന്ന സിസ്റ്റം വരേണ്ടതുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായ ഇത്രയും നല്ലൊരു വിഷയം ഒരാൾക്ക് എഴുതണമെങ്കിൽ അയാളെ ചുറ്റുപാടുകൾ, നേരത്തെ പറഞ്ഞ ജീവിത രീതികൾ, പാരമ്പര്യമായിട്ടുള്ള എല്ലാ മതവും സമൂഹവും എല്ലാം കൂടി യോജിച്ച ഒരു ടൈമിലാണ് അയാൾ എഴുതുന്നത്. ചിലപ്പോൾ അയാളുടെ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ എടുക്കുകയാണ്, നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്, ഡിഫൻസ് മെക്കാനിസമാണ്. എനിക്ക് ചില കാര്യങ്ങളിൽ നേരിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അതിൽ മറികടക്കാൻ എടുക്കുന്ന ഒരു രീതിയാണ് എഴുത്ത് എന്ന് പറയും. ക്ലിയർ ആയോ? ശരി. അപ്പൊ ഈ ഒരു കാര്യം എന്നുള്ളത് ടീച്ചറും നമ്മുടെ ഉഷ ടീച്ചറും പറഞ്ഞു. ഇനി പറയുന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത, മിസ്റ്റേക്ക് വന്നിട്ടില്ല, ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു രീതിയിലാണ് നമ്മുടെ ആനന്ദ ഡോക്ടർ സംസാരിച്ചത്. പക്ഷെ അത് അങ്ങനെ സംസാരിക്കാൻ പറ്റും. ചില മേഖലകൾ, അതായത് MTയുടെ ഇപ്പം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരാളുടെ രൂപപ്പെടൽ, MT എന്ന് പറയുന്നത് വളരെ അന്തർമുഖനായിട്ടുള്ള ഒരാളാണ്. ആ ആളുടെ ചിന്തകൾ, അദ്ദേഹം എന്തെഴുതിയാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടല്ലൂർ ഗ്രാമം, അവരുടെ ഒപ്പോള്, ആ വീട്, സമൂഹം, ചുറ്റുപാട്, നിളം അല്ലേ, എല്ലാം കൂടി വന്ന് ഏതെങ്കിലും കഥയിൽ അതൊന്ന് ടച്ച് ചെയ്യാണ്ട് പോകുന്ന ഒരു കാര്യങ്ങളില്ല. അപ്പം നമ്മൾ ഈ ഒരു മനോവ്യാപാരം എന്ന് പറയുന്നത് ഏത് കഥയിലായാലും നമുക്ക് തോന്നുന്നത് അദ്ദേഹം എന്നെ കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്. കാരണം ഈ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് അത്രയും എഴുത്ത് തീവ്രമായിട്ട് നമുക്ക് തോന്നുന്നത്, നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് തോന്നുന്നു ചില കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തോടെ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ പോയി. എനിക്ക്
നമ്മൾ എഴുത്ത് മത്സരങ്ങളൊക്കെ സ്കൂളിലൊക്കെ നടത്തുമ്പോൾ എന്നും കിട്ടുന്ന പേന, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താ പറയുക, മൊമെൻറ്റോസ്, അതിൽ നിന്ന് മാറി എനിക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് കിട്ടിയ പുസ്തകം സ്വർഗം തുറക്കുന്ന സമയമാണ്. അതാണ് ഞാൻ ആ ഒരു പുസ്തകം വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഞാൻ പിന്നീട് എനിക്കൊരു പ്രചോദനം കിട്ടിയത്. ഞാൻ പറയട്ടെ, ഏത് കഥാകാരനായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒരുവിധം എഴുത്തുകാരാണ്, നിങ്ങൾക്ക് എഴുതാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നിങ്ങളെ സ്പർശിച്ച, നിങ്ങൾ കണ്ട, നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ അത്രമാത്രം അലട്ടിയിട്ടുണ്ടായിരിക്കും. അതാണ് നിങ്ങൾ എഴുതുന്നത്. ചിലവർ വളരെ മനോഹരമായി അത് എഴുതും, അത് അയാളുടെ എഴുത്തിൻ്റെ ശൈലി കൂടിയാണ്. ആ ശൈലി നമുക്ക് ചില ആൾക്കാർ വായിക്കുമ്പോൾ വളരെ എനിക്ക് രസമായിട്ടാണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കത് വായിച്ച് തീർന്നത് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയും. 23 വയസ്സിലാണ് നാലുകെട്ട് എഴുതിയിട്ടുള്ളത്. ഇന്ന് 23 വയസ്സുകാരൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ കാലഘട്ടം എന്ന് പറയുന്നതും സമൂഹം എന്ന് പറയുന്നതും, ഇപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം, അവരെന്ത് പറയും ശരിയാണ്. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ അയക്കുന്നത് ഇവിടെ പറയുണ്ടായി, എല്ലാതും സഹിക്കണം, അഡ്ജസ്റ്റ്മെൻറ്റും. ഇതിനൊക്കെ ഓരോ പരിധി ഉണ്ട്. ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീടുകളിൽ പണ്ടുള്ളവർ ഇവിടെയുള്ള ഒക്കെ അറിയാം, എന്തെങ്കിലും നമ്മൾ കല്യാണത്തിന് മുൻപ് നമ്മൾ പറഞ്ഞയക്കുന്ന ഒരു രീതി ഉണ്ട്, എന്ത് വന്നാലും പെട്ടെന്ന് ഇരുന്നു അല്ലേ, തിരിച്ചിങ്ങോട്ട് വരരുത്. പക്ഷെ അന്ന് അത് സഹിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് കളിയാക്കലുകൾക്കൊക്കെ വിധേയമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടാവും. പെണ്ണാണ് ബെഞ്ചുമ കയറ്റി നിർത്തുക, അടിക്കുക, വളരെ പ്രാകൃതമായിട്ട്. പക്ഷെ ഇന്നത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ നിന്ന് സെൽഫി ഇടുക, റീൽസ് ചെയ്യുക. കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഉണ്ട്. അതുപോലെ എല്ലാം നിസ്സാരമായി കാണുന്ന കുട്ടികളും യുവ തലമുറയും എല്ലാവരും. അപ്പം എല്ലാ ആൾക്കാരെയും ടച്ച് ചെയ്തിട്ട് പോയിട്ടാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു വഴിയും അത് തന്നെയാണ്. അദ്ദേഹം നമ്മുടെ ഡോക്ടർ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോക്കാണ് അവിടെ നടന്നത്. എനിക്ക് ഈ ഒരു മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതിൽ ഇതിൻ്റെ പിന്നിൽ നമ്മൾ എന്ത് കാര്യം ഒരു കാര്യം പറഞ്ഞാലും നമ്മൾ നേട്ടനത് ഒക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ മുന്നും പിന്നും നോക്കില്ലേ, യെസ് നടത്തിയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തതിൽ എങ്ങനെയാണ് എഴുത്തു വരുന്നത് എന്നുള്ളത് നമ്മളുടെ നമ്മൾ പറയും ബുദ്ധിക്ക്, ഞാൻ പറഞ്ഞത് അതിന്റെ പിന്നിൽ ആരാണോ അവർക്ക് വലിയ ഒരു കൈയടി പൂർണ്ണമായിട്ടില്ല. കുറെ പേര് മൊബൈലിൽ ഇരിക്കണം, എല്ലാവരും കൈയടിക്കണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ നന്നായി പോയി എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ ഒരു ഫേസ് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി നന്ദി പറയുന്നതിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ ആമുഖം അല്ല, അത് ഇതിൻ്റെ വഴിക്കുള്ളതാണ്. ആമുഖം പറഞ്ഞ നമ്മുടെ ഷാജി സാറ് മോഡറേറ്ററായിട്ട്, അതായത് കറക്റ്റ് കട്ട് നമ്മളിങ്ങനെ സിനിമയ്ക്ക് പറയും ആ സമയത്ത് കട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ തുടരാൻ പറ്റില്ല, അത്രയും ക്ലീനായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഷിനും പിന്നെ മുഖ്യ പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുള്ള നമ്മളുടെ ആനന്ദൻ ഡോക്ടർ, പിന്നെ കുഞ്ഞമ്മ ടീച്ചർ, ഉഷ ടീച്ചർ നമ്മൾ ഈ അടുത്തൊരു ഡിഗ്രി കരസ്ഥമാക്കി എന്ന് പറഞ്ഞു. ഞങ്ങളത് വളരെ വ്യക്തമായി, യെസ്, പരീക്ഷണ അതില് പാസ്സായി. അതായത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു, അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ അവരുടെ വരുത്താമെന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് പറയണ്ടായി. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരിക്കും. അപ്പോൾ അവരും എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി എല്ലാം നടത്തി. അപ്പോൾ അതിന് എൻ്റെ പേരിലും നമ്മുടെ ഈ സാഹിതിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും വലിയതെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരുടെ റെസ്പോൺസാണ്. ഈ കേട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കലയാണ് അല്ലേ. കേൾക്കാൻ നമുക്ക് അപ്പുറത്തൊരാളില്ലാത്തതുകൊണ്ടാണ് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എന്തും പ്രശ്നത്തിന്റെ കാര്യങ്ങൾ പറയാനും ഞങ്ങൾ ഭംഗിയായിട്ട് കേൾക്കും. ഇത്ര നാളും നമ്മൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്, സദസ് എന്ന് പറയുന്നത് വളരെ
പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അവർക്ക് എൻ്റെ ഏറ്റവും വലിയ നന്ദി, എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി.